കൊതുകിനെ ഭയന്ന് കാളയ്ക്ക് ജീവൻ അർപ്പിച്ച ആ മഹാമനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. ചിരിക്കരുതേ. ജാൻമണിയെ പേടിക്കുന്നെങ്കിൽ ജാൻമണിക്കല്ല വോട്ട് കൊടുക്കേണ്ടത്. ഇവിടെ പേടിക്കുന്ന ആളുകൾക്ക് വേണം സായി വോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നോമിനേഷൻ നടക്കുന്ന സമയത്ത് ജാസ്മിൻ നമ്മുടെ അരിയണ്ണനെ പിടിച്ച് ഊക്കി ഏറിൽ കയറ്റുന്നു. ഞാനൊരു ഗെയിമർ എന്ന രീതിയിൽ പുറത്തെ കാര്യങ്ങൾ ചോദിക്കും. അത് പുറത്തെ കാര്യങ്ങൾ ഇവൻ സത്യമാണോ കള്ളമാണോ പറഞ്ഞതെന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? കാരണം പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ സായി ജാസ്മിനോട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജാസ്മിൻ ഗബ്രി കോംബോ പ്രേക്ഷകർ എങ്ങനെയാണ് കാണുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സായി തുടർന്ന് പറഞ്ഞത് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ് മുതലാളി? എന്നെ ബ്രേക്ക് ആവുന്നതിന്റെ അറ്റ് പീക്ക് അവൻ പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോ ബിഗ് ബോസ് എന്തോ അങ്ങനെ പറഞ്ഞു. എനിക്കറിയില്ല സത്യം ഏത് കള്ളം ഏതെന്നുള്ളത്. അത് എന്റെ പേഴ്സണൽ കാര്യം. അശോക, ആ പാടത്ത് വയ്ക്കാനുള്ള കോലം ശരിയായോടാ? ഇല്ല സാർ. എന്നാ ഇനി വേണ്ട. ഇവിടെ ഒരു പുതിയ കോലം വന്നിട്ടുണ്ട്. ഇതല്ലാതെ ഒരു കാരണം കൂടെ എനിക്കുണ്ട്. ഇപ്പം ജാൻമണിയെ പേടിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ വാ തുറക്കാത്തതെന്ന് സായി പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ല. ജാസ്മിൻ ഇപ്പൊ പറഞ്ഞൊരു ഊക്കുണ്ടല്ലോ, അത് നമ്മളെ സായി എണ്ണം ചോദിച്ച് മേടിച്ചു തന്നെയാണ് കേട്ടോ. ഷാജിയേട്ടാ, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. സായി നോമിനേഷൻ ചെയ്യുന്ന സമയത്ത് ജാൻമണിയെ പറ്റി പറയുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും ജാൻമണിയെ പേടിയാണ്, അതുകൊണ്ടാണ് ജാൻമണിയെ ആരും എന്നാണ് എതിർത്ത് സംസാരിക്കാത്തതെന്ന്. സായിക്കറിയില്ല. സായി പുറത്തു നിന്ന് ഇപ്പൊ ഇതിനകത്തോട്ട് കയറിയിട്ടേ ഉള്ളൂ. ഇവിടെ നിന്ന് സമാധാനത്തിൽ ഇതെല്ലാം അറിയുമ്പോ ആ ഒരു ധാരണ മാറിക്കോളും. മുതലാളി, എന്താടാ സവാനെ? മുതലാളി തള്ളി തുടങ്ങിയപ്പോഴേ എനിക്ക് തോന്നിയതാ ഇതിങ്ങനെയൊക്കെ അവസാനിക്കുന്നു. നിന്ന് പുഴുക്കുക എന്നൊക്കെ പറയില്ല, ആ ഒരു അവസ്ഥയായിരുന്നു നമ്മുടെ സായി എണ്ണന്. പക്ഷെ എന്നാൽ നമ്മുടെ ജാസ്മിന് ശവത്തി കുത്തുന്ന ഒരു ഫീലും. വിഷമിക്കാതിരിക്കും. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു, ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി.